പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ കോംപ്ലിമെൻ്ററി പേപ്പർ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന വിഷയത്തിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും എന്താണെന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ വീഡിയോ ആണ്. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിതിൽ 101 ചോദ്യങ്ങളാണ് കോംപ്ലിമെൻ്ററി പേപ്പർ ഹിസ്റ്ററിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം വരുന്നത്, നെയിം ദ ഫിലോസഫർ ഹു ബിലീവ്ഡ് ദാറ്റ് ഫ്രീഡം ഈസ് ദി കീ നോട്ട് ടു സ്പിരിച്വൽ ലൈഫ്. സ്പിരിച്വൽ ലൈഫുമായി ബന്ധപ്പെട്ട ഒരാശയമാണ് സ്വാതന്ത്ര്യം എന്ന ആശയം മുന്നോട്ട് വെച്ച ഫിലോസഫർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് സ്വാമി വിവേകാനന്ദയാണ്. അദ്ദേഹമാണ് ഈ ഫ്രീഡം എന്നുള്ള ടേം സ്പിരിച്വൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഹു ഈസ് ദി ചീഫ് എക്സ്പോണൻ്റ് ഓഫ് ടു നാഷൻ തിയറി. ടു നാഷൻ തിയറി അഥവാ ദ്വിരാഷ്ട്ര സിദ്ധാന്തം, 2 രാഷ്ട്രങ്ങൾ വേണമെന്നുള്ള സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ് അതിൻ്റെ അവതരണം നടത്തിയത്, അല്ലെങ്കിൽ അത് ആരാണ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്? ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് മുഹമ്മദ് അലി ജിന്ന എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, മുഹമ്മദ് അലി ജിന്ന. മൂന്നാമത്തെ ചോദ്യം, ദ ഡോക്ട്രിൻ ഓഫ് ഹിന്ദുത്വ വാസ് എക്സ്പൗണ്ടഡ് ബൈ. ഹിന്ദുത്വ എന്നുള്ള ആശയം ആരാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം വരുന്നത്. വി ഡി സവർക്കർ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നാലാമത്തെ ചോദ്യം, ദ തിയറി ഓഫ് കൾച്ചറൽ നാഷണാലിസം വാസ് എക്സ്പൗണ്ടഡ് ബൈ. ഈ കൾച്ചറൽ നാഷണാലിസം എന്നുള്ള ആശയം മുന്നോട്ട് വച്ചിട്ടുള്ള വ്യക്തി ആരാണെന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ വരുന്നതും സവർക്കറാണ്. സവർക്കർ നേരത്തെ പറഞ്ഞിട്ടുള്ള 2 ആശയങ്ങൾ, അതായത് ഒന്ന് ഹിന്ദുത്വ എന്നുള്ളതിൻ്റെ കൂടെ തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരാശയമാണ് കൾച്ചറൽ നാഷണാലിസം. 2 ചോദ്യത്തിൻ്റെയും 3ൻ്റെയും 4ൻ്റെയും ഉത്തരം വി ഡി സവർക്കർ എന്ന് തന്നെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി ഡി സവർക്കർ വാസ് ബോൺ ഇൻ. വി ഡി സവർക്കർ ജനിച്ചിട്ടുള്ള ഇയറാണ് ചോദിക്കുന്നത്. വി ഡി സവർക്കർ ജനിച്ചിട്ടുള്ളത് 1883 ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം, മുഹമ്മദ് അലി ജിന്ന വാസ് ബോൺ ഇൻ. മുഹമ്മദ് അലി ജിന്ന ജനിച്ചിട്ടുള്ള സ്ഥലം എവിടെയാണെന്നുള്ളതാണ് ആറാമത്തെ ചോദ്യം വരുന്നത്. മുഹമ്മദ് അലി ജിന്ന വാസ് ബോൺ ഇൻ, അദ്ദേഹം ജനിച്ചിട്ടുള്ളത് കറാച്ചിയിലാണ്. ഓക്കെ. ഏഴാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഇയർ മുഹമ്മദ് അലി ജിന്ന വാസ് എലക്റ്റഡ് ടു ദി ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഫ്രം ബോംബെ. ബോംബെയിൽ നിന്നും ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് മുഹമ്മദ് അലി ജിന്ന തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണെന്നുള്ളതാണ് ഏഴാമത്തെ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് 1910 അദ്ദേഹം ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എട്ടാമത്തെ ചോദ്യം, തിലക് റിഗാർഡഡ് ദാറ്റ് സ്വരാജ് വാസ് നോട്ട് ഓൺലി എ റൈറ്റ് ബട്ട് എ. സ്വരാജ് എന്നുള്ളത് കേവലം ഒരു അവകാശം മാത്രമല്ല, പക്ഷേ അതെന്തുകൂടിയാണെന്നാണ് തിലക് മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ആൻസർ സ്വരാജ് വാസ് കൺസിഡർ as ധർമ്മ എന്നുള്ള ആശയമായിട്ടാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. ധർമ്മ എന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം സ്വരാജിനെ കണക്കാക്കുന്നുണ്ട്. ഒൻപതാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു വാസ് ബോൺ ഇൻ. ശ്രീനാരായണ ഗുരു എവിടെയാണ് ജനിച്ചിട്ടുള്ളത് എന്നാണ്, ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. ആൻസർ വരുന്നത് ചെമ്പയന്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. പത്താമത്തെ ചോദ്യം, SNDP യോഗം വാസ് ഫോംഡ് ഇൻ ദി ഇയർ. SNDP യോഗം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഫോം ചെയ്തിട്ടുള്ള ഇയറാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇയർ വരുന്നത് 1903. ആൻസർ എ ആണ് വരുന്നത്, 1903. 11ാമത്തെ ചോദ്യം, ദ ഡോക്ട്രിൻ ഓഫ് രാമരാജ്യ വാസ് എക്സ്പൗണ്ടഡ് ബൈ. രാമരാജ്യ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആരാണെന്നുള്ളതാണ് ചോദ്യം വരുന്നത്. രാമരാജ്യ എന്നുള്ളത് മഹാത്മാഗാന്ധിയുടെ കോൺസെപ്റ്റാണ്. 11ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് മഹാത്മാഗാന്ധിയാണ്. 12ാമത്തെ ചോദ്യം, ഹു ഈസ് ദി ചാമ്പ്യൻ ഓഫ് സെക്യുലറിസം. സെക്യുലറിസത്തിൻ്റെ ചാമ്പ്യൻ എന്നറിയപ്പെടുന്ന ആളാരാണ്? അതിൻ്റെ ആൻസർ വരുന്നത് ബി ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹമാണ് ഇന്ത്യൻ സെക്യുലറിസത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത്. 13ാമത്തെ ചോദ്യം വരുന്നത്, ഹു റിഗാർഡഡ് ദ വില്ലേജസ് ആസ് ദി സെൻറ്റർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് ഓർഗനൈസേഷൻ. ഇന്ത്യൻ്റെ സാമ്പത്തിക സംവിധാനങ്ങളുടെ ഏറ്റവും കോറായിട്ട് വില്ലേജിനെ പരിഗണിക്കുന്നത് ആരാണെന്നുള്ളതാണ് 13ാമത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ വരുന്നത് എ മഹാത്മാഗാന്ധിയാണ്. 14ാമത്തെ ചോദ്യം, ഗാന്ധിസം ഈസ് നോട്ട് മിയർലി എ പൊളിറ്റിക്കൽ ക്രീഡ്, ഇറ്റ് ഈസ് എ.
ഗാന്ധിസം അല്ലെങ്കിൽ ഗാന്ധിയുടെ ഐഡിയാസ് ഒരു പൊളിറ്റിക്കൽ മാത്രമല്ല ആശയം എന്നുള്ളത്, അത് ഏത് രീതിയിൽ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എ മെസ്സേജ് എന്നുള്ളതാണ്, ഒരു മെസ്സേജ് കൂടിയാണെന്നാണ് പറയുന്നത്. 15ാമത്തെ ചോദ്യം, നെയിം ദി ഇമ്പോർട്ടൻറ്റ് വർക്ക് ഓഫ് വി ഡി സാവർക്കർ. വി ഡി സാവർക്കറുടെ പ്രധാനപ്പെട്ട വർക്ക് എന്താണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് ഡി, ഹിന്ദുത്വ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്. 16ാമത്തെ ചോദ്യം വരുന്നത്, ഹൂ റിഗാർഡഡ് ആസ് ദി പ്രാഗ്മാറ്റിക് സോഷ്യൽ റിഫോമർ. നമ്മളെ പ്രാഗ്മാറ്റിക് സോഷ്യൽ റിഫോമർ, സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് ആരാണെന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത് 16ാമത്തത്. അതിന് ആൻസർ വരുന്നത് ശ്രീ നാരായണ ഗുരു എന്നുള്ളതാണ്. 17ാമത്തെ ചോദ്യം, ഹൂ കണ്ടംഡ് ഗാന്ധിസം ആസ് എ റിയാക്ഷണറി ടു സോഷ്യൽ ഫിലോസഫി. ഗാന്ധിയൻ ഐഡിയാസ് സോഷ്യൽ ഫിലോസഫിയുമായിട്ട് ആരാണ് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് 17ാമത്തെ ചോദ്യം വരുന്നത്. എം എൻ റോയ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 17ാമത്തതിൻ്റെ ചോദ്യം എം എൻ റോയ്. 18ാമത്തെ ചോദ്യം, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വാസ് ഫൗണ്ടഡ് ബൈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്നുള്ള ആശയം ആദ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തി ആരാണെന്നുള്ളതാണ്. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വാസ് ഫൗണ്ടഡ് ബൈ, അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുള്ളത് എം എൻ റോയ് എന്നുള്ളതാണ്. 19ാമത്തെ ചോദ്യം, ഡോക്ട്രിൻ ഓഫ് ടോട്ടൽ റവല്യൂഷൻ വാസ് എക്സ്പൗണ്ടഡ് ബൈ. ടോട്ടൽ റവല്യൂഷൻ എന്നുള്ള ആശയം ഇന്ത്യയിൽ മുന്നോട്ട് വെച്ച വ്യക്തി ആരാണെന്നുള്ളതാണ്. 19ന്റെ ഉത്തരം വരുന്നത് എ ജയപ്രകാശ് നാരായൺ എന്നാണ്. 20ാമത്തെ ചോദ്യം, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി വാസ് ഓർഗനൈസ്ഡ് ബൈ. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നുള്ള പാർട്ടി ആരാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് 20ാമത്തെ ചോദ്യം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് എം എൻ റോയ് ആണ്. 21ാമത്തെ ചോദ്യം, ഹൂ ഈസ് ദി ചാമ്പ്യൻ ഓഫ് ദി ഡോക്ട്രിൻ ഓഫ് സോഷ്യൽ റവല്യൂഷൻ ത്രൂ ഹ്യൂമൻ റവല്യൂഷൻ. ഹ്യൂമൻ റവല്യൂഷനിലൂടെ സോഷ്യൽ റവല്യൂഷൻ, അതായത് സാമൂഹിക വിപ്ലവം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യക്തി ആരാണെന്നുള്ളതാണ് 21ാമത്തെ ചോദ്യം വരുന്നത്. 21ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ജയപ്രകാശ് നാരായണനാണ്. ദെൻ 22ാമത്തെ ചോദ്യം, ജിന്നാസ് ടു നേഷൻ തിയറി വാസ് അഡോപ്റ്റഡ് ഓൺ. ജിന്നയുടെ ടു നേഷൻ തിയറി ഏത് വർഷമാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന വർഷം ഏതാണെന്നുള്ളതാണ് ചോദ്യം. 1940 എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. 23ാമത്തെ ചോദ്യം, ദ കൺസെപ്റ്റ് ഓഫ് 4 പില്ലർ സ്റ്റേറ്റ് വാസ് അഡ്വക്കേറ്റഡ് ബൈ. 4 പില്ലറുകൾ അടങ്ങുന്ന സ്റ്റേറ്റ് സിസ്റ്റം എന്നുള്ളത് ആരുടെ ആശയമാണെന്നുള്ളതാണ് 23ാമത്തെ ചോദ്യം. 23ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ലോഹിയാണ്. ലോഹിയുടെ ആശയമാണ് 4 പില്ലർ സ്റ്റേറ്റ് എന്നുള്ളത്. 24ാമത്തെ ചോദ്യം, ഹൂ കൺസിഡേർഡ് ജിന്ന ആസ് എൻ അംബാസിഡർ ഓഫ് ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്നുള്ള ആശയത്തിൻ്റെ അംബാസിഡറായിട്ട് ആരെയാണ്, മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന വ്യക്തിയെ ആരാണ് അതിൻ്റെ അംബാസിഡറായിട്ട് പരിഗണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ആൻസർ വരുന്നത് സരോജിനി നായിഡു ആണ്. 24ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ സി സരോജിനി നായിഡു എന്നുള്ളതാണ്. 25ാമത്തെ ചോദ്യം വരുന്നത്, ജിന്നാസ് ടു നേഷൻ തിയറി വാസ് അഡോപ്റ്റഡ് ആസ് ദി. ജിന്നയുടെ ഈ ഒരു ടു നേഷൻ തിയറി എവിടെയാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ലാഹോർ റെസൊല്യൂഷനിലാണ്. ലാഹോറിലെ റെസൊല്യൂഷനിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആശയം അഡോപ്റ്റ് ചെയ്യുന്നത്. 26ാമത്തെ ചോദ്യം, അസാദ് മുസ്ലിം കോൺഫറൻസ് വാസ് ഫോംഡ് ഇൻ. അതായത് അസാദ് മുസ്ലിം കോൺഫറൻസ് എന്നുള്ള സംവിധാനം ഫോം ചെയ്തിട്ടുള്ള വർഷം ഏതാണെന്നുള്ളതാണ് 26ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1940 എന്നുള്ളതാണ്. 27ാമത്തെ ചോദ്യം, നെയിം ഓഫ് ദി പൊളിറ്റിക്കൽ ലീഡർ ഹു സപ്പോർട്ടഡ് ടു നേഷൻ തിയറി. ടു നേഷൻ തിയറിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡർ ആരാണെന്നുള്ളതാണ് ചോദ്യം കൊടുത്തിട്ടുള്ളത്. ഈ ചോദ്യം തന്നെയാണ് തലതിരിഞ്ഞിട്ട് മുൻപ് വന്നിട്ടുണ്ടായിരുന്നത്. ടു നേഷൻ തിയറി സപ്പോർട്ട് ചെയ്ത ലീഡർ താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് അലി ജിന്നയാണ്. അദ്ദേഹമാണ് ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ദെൻ 28ാമത്തെ ചോദ്യം വരുന്നത്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വാസ് സ്റ്റാർട്ടഡ് ഇൻ. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്നുള്ള സംവിധാനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വർഷം എന്നാണെന്നുള്ളതാണ്. 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം രചിച്ചിട്ടുള്ള വ്യക്തി ആരാണെന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഈ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്നുള്ള പുസ്തകം രചിച്ചിട്ടുള്ളത്.
30-ാമത്തെ ചോദ്യം, ഹു ഇസ് ദി ഓതർ ഓഫ് ഡിസ്കവറി ഓഫ് ഇന്ത്യ? ഇന്ത്യയെ കണ്ടെത്തുക, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകം രചിച്ചിട്ടുള്ള വ്യക്തി ആരാണെന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ആൻസർ വരുന്നതും നെഹ്റു ആണ്. നെഹ്റുവിൻ്റെതാണ് ഗ്ലിംസസ് ഓഫ് ദി വേൾഡും അതോടൊപ്പം തന്നെ ഡിസ്കവറി ഓഫ് ഇന്ത്യ, 2 പുസ്തകം നെഹ്റു എഴുതിയിട്ടുള്ളതാണ്. 31-ാമത്തെ ചോദ്യം, ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് പഞ്ചശില വേർ ലേഡ് ഡൗൺ ഇൻ ദി ഇയർ? ഈ പഞ്ചശില പ്രിൻസിപ്പിളിലെ ഈ തത്വങ്ങൾ ഏത് വർഷമാണ് നടപ്പിൽ വരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചോദ്യത്തിൻ്റെ ആൻസർ, 31-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് സി, 1954 എന്നുള്ളതാണ്. 32-ാമത്തെ ചോദ്യം, അംബേദ്കർ വാസ് ബോൺ ഇൻ? ബി ആർ അംബേദ്കർ, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാതാവൊക്കെ ആയിട്ടുള്ള ബി ആർ അംബേദ്കർ ജനിച്ച വർഷം ഏതാണെന്നുള്ളതാണ്. 1891 അദ്ദേഹം ജനിക്കുന്നത്. 33-ാമത്തെ ചോദ്യം, എ പബ്ലിക് മീറ്റിംഗ് വാസ് ഹെൽഡ് ഓൺ 13th April 1919 at in a small park enclosed by buildings on all sides protest against the Rowlatt Act. റൗലറ്റ് ആക്ടിനെതിരെ സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചുറ്റുപാടും മതിലുകളുള്ള ആ ഒരു സംവിധാനത്തിന് നമ്മൾ ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ മതിലുകളെന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകുന്നത് ജാലിയൻ വാലാബാഗാണ്. അപ്പോൾ പബ്ലിക് മീറ്റിംഗ് ഹെൽഡ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? 1919 എവിടെ വെച്ചിട്ട് പബ്ലിക് മീറ്റിങ്ങിലാണ് ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ് ഉണ്ടായത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആൻസർ വരുന്നത് ജാലിയൻ വാലാബാഗാണ്. അതിൻ്റെ ചോദ്യം വരുന്നത് ഈ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ 3 ഭാഗത്തും മതിലുകളുള്ള ഒരു ഇടത്തിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടി, അത് എവിടെയായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ആൻസർ വരുന്നത് ജാലിയൻ വാലാബാഗാണ്. ദെൻ 34-ാമത്തെ ചോദ്യം, ബ്രിഗേഡിയർ ജനറൽ ഡാഷ് വിത്ത് ഹിസ് ബ്രിട്ടീഷ് ട്രൂപ്സ് എൻറ്റേർഡ് ദി പാർക്ക്. ഓക്കെ, ഈ ഒരു ജാലിയൻ വാലാബാഗിൻ്റെ ഈ ഒരു പാർക്കിൽ ആരുടെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ് ആക്രമണം നടത്താൻ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ജനറൽ ഡയർ ആയിരുന്നു. അപ്പോൾ റെയ്നാൾഡ് ഡയറിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് എന്ത് ചെയ്തിരുന്നത്, വെടിവെപ്പ് നടത്തിയിരുന്നത്. അതാണ് 34-ാമത്തിൻ്റെ ആൻസർ വരുന്നത്. 35-ാമത്തെ ചോദ്യം, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വാസ് ബോൺ ഓൺ October 2. ഏത് വർഷമാണ് ഗാന്ധിജി ജനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഗാന്ധിജി ജനിച്ച വർഷം 1869 എ ആണ് ആൻസർ വരുന്നത്. ദെൻ ഗാന്ധി കെയിം ബാക്ക് ടു ഇന്ത്യ ഫ്രം സൗത്ത് ആഫ്രിക്ക ഇൻ ദി ഇയർ? ഗാന്ധി ഇന്ത്യയിലോട്ട് തിരിച്ചു വന്ന വർഷമാണ് ചോദിക്കുന്നത്. 1915 ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും തിരിച്ചു വന്നിട്ടുള്ളത്. 37-ാമത്തെ ചോദ്യം, ഡാഷ് ഹു ലെഡ് ദി കോൺഗ്രസ് പാർട്ടി ഇൻട്രൊഡ്യൂസ്ഡ് മഹാത്മാ ഗാന്ധി ടു ദി കൺസേൺസ് ഇന്ത്യ ആൻഡ് ദ സ്ട്രഗിൾ ഓഫ് ദി പീപ്പിൾ? അപ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി സംവിധാനത്തിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് മഹാത്മാ ഗാന്ധി ടു ദി കൺസേൺ, അതായത് ഇന്ത്യയിലെ മഹാത്മാ ഗാന്ധിയെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അതോടൊപ്പം കോൺഗ്രസ് പാർട്ടിയിലേക്കൊക്കെ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ആളാരാണെന്നുള്ള ചോദ്യം. 37-ാമത്തതിൻ്റെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് തേജ് ബഹദൂർ സപ്രു എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹമാണ് ഈ ഒരു രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്കും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിലേക്കും ഗാന്ധി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 38-ാമത്തെ ചോദ്യം, എ സീരീസ് ഓഫ് നോൺ വയലൻസ് ക്യാമ്പയിൻ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് വെയർ ലോഞ്ച്ഡ് ബൈ ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ്? ആരുടെ ലീഡർഷിപ്പിലാണ് ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റും മറ്റുമൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് 38-ാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് ഡി മഹാത്മാ ഗാന്ധിയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 39-ാമത്തെ ചോദ്യം വരുന്നത്, ദ ഖേഡ സത്യാഗ്രഹ ആൻഡ് ചമ്പാരൻ അജിറ്റേഷൻ ഇൻ 1918 വാസ് വൺ ഓഫ് ദി ഡാഷ് ഫസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്സ് ടു അച്ചീവ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ്? അപ്പോൾ അത് ഖേഡ സത്യാഗ്രഹം അതേപോലെ ചമ്പാരൻ സത്യാഗ്രഹമൊക്കെ ആരാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ആൻസർ വരുന്നത് ബി ഗാന്ധിജി തന്നെയാണ്. 40-ാമത്തെ ചോദ്യം, മഹാത്മാ ഗാന്ധി ഓൺ August 8 ഡാഷ് ഗേവ് ദ കോൾ ഫോർ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്? ഏത് വർഷമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് 40-ാമത്തെ ചോദ്യം വരുന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്ന വർഷം ഓപ്ഷൻ എ 1942 ആണ്. 41-ാമത്തെ ചോദ്യം, ഡാഷ് കോൾഡ് ഓൺ എ ഓൾ കോൺഗ്രസ് മാൻ and Indians to maintain discipline via non-violence and do or die order to achieve ultimate freedom? ഈ അൾട്ടിമേറ്റ് ഫ്രീഡം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഡു ഓർ ഡൈ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണെന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ആൻസർ വരുന്നത് മഹാത്മാഗാന്ധിയാണ്. 42-ാമത്തെ ചോദ്യം, ഓൺ 9th August in 19
42 മഹാത്മാഗാന്ധി ആൻഡ് എൻറ്റയർ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വെയർ അറസ്റ്റഡ്. എവിടെ വെച്ചിട്ടാണ് 1942 ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിയും കോൺഗ്രസ് പ്രതിനിധികളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് 42ാമത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ വരുന്നത് മുംബൈ ആണ്. 43ാമത്തെ ചോദ്യം. ഇൻ 1946 upon persuasion of Dash Mahatma Gandhi reluctantly accepted the proposal of partition and independence offered by the British cabinet in order to evade a civil war. 43ാമത്തെ ചോദ്യം. ഈ സിവിൽ വാറിൻ്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി സിവിൽ വാർ, അതായത് ജനങ്ങൾക്കിടയിൽ പരസ്പരം പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ആരുടെ നിർദ്ദേശപ്രകാരമാണ് മഹാത്മാഗാന്ധി പാർട്ടീഷൻ എന്നുള്ള ആ ഒരു ആശയം അക്സെപ്റ്റ് ചെയ്തതെന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. അതിൻ്റെ ആൻസർ, അന്ന് ഗാന്ധിക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തി സർദാർ വല്ലഭായ് പട്ടേലാണ് ആൻസർ വരുന്നത്. 44ാമത്തെ ചോദ്യം. ഡ്യൂറിങ് ദി ഫസ്റ്റ് വേൾഡ് വാർ ഡാഷ് ജോയിൻഡ് ദി സെൻട്രൽ പവേഴ്സ് അഗെയിൻസ്റ്റ് ബ്രിട്ടൻ. അതായത് ബ്രിട്ടീഷ് പവറിനെതിരെ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ പവറിനെതിരെ ആരുടെ കൂടെയാണ് പ്രവർത്തിച്ചിരുന്നുള്ളതാണ്. അതിന് ആൻസർ വരുന്നത് തുർക്കിയാണ്. 45ാമത്തെ ചോദ്യം. എ ഖിലാഫത്ത് കമ്മിറ്റി വാസ് ഫോംഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് മുഹമ്മദ് അലി ഡാഷ് മൗലാന ആസാദ് ആൻഡ് ഹസ്രത്ത് മൊഹിനി ടു ഓർഗനൈസ് എ കൺട്രി വൈഡ് അജിറ്റേഷൻ. അപ്പോൾ ഇതിൽ ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ഒരാളെ പേര് പറയുന്നുണ്ട്, രണ്ടാമത്തെ ആളുടെ പേരെന്താണെന്നുള്ളതാണ്. അതിന് ആൻസർ വരുന്നത് എ ഷൗക്കത്ത് അലി. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ആണ് നേതൃത്വം കൊടുത്തിരുന്നത്. ദെൻ 46ാമത്തെ ചോദ്യം. ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് വാസ് ടു ഫോഴ്സ് ദി ഡാഷ് ഗവൺമെൻറ് ടു ചേഞ്ച് ഇറ്റ്സ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ടർക്കി ആൻഡ് റീസ്റ്റോർ ദി സുൽത്താൻ. അതായത് ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അവിടെ തുർക്കിയിലെ ഖിലാഫത്ത് ഭരണം കൊണ്ടുവരാനും സുൽത്താനെ അധികാരം തിരികെ കൊടുക്കണമെന്നുള്ള ആവശ്യമായിരുന്നു. അപ്പോൾ ആർക്കെതിരായിരുന്നു ഈ ആവശ്യം? 46ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ബ്രിട്ടീഷാണ്. ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു ഈ ഒരു ആവശ്യം ഉണ്ടായിരുന്നത്. 47ാമത്തെ ചോദ്യം. on October 17 ഡാഷ് വാസ് ഒബ്സർവ്ഡ് ആസ് ഖിലാഫത്ത് ഡേ when Hindus along with Muslims in fasting observed ഹർത്താൽ on that day. അതായത് ഒക്ടോബർ 17 ഖിലാഫത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഏത് വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ? 47ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ 47ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് 1919. 1919 47ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത്. ദെൻ 48ാമത്തെ ചോദ്യം. ആൻ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് വാസ് ഹെൽഡ് അറ്റ്. എവിടെ വെച്ചിട്ടാണ് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഗ്രസ് നടന്നിട്ടുള്ളത്? ഓൺ നവംബർ 23 1919. 1919 നവംബർ 23 എവിടെ വെച്ചിട്ടാണ് ഖിലാഫത്ത് കോൺഫറൻസ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഡൽഹിയാണ്. 49ാമത്തെ ചോദ്യം. കോൺഗ്രസ് ലീഡേഴ്സ് ലൈക്ക് ലോകമാന്യ തിലക് ആൻഡ് മഹാത്മാഗാന്ധി വ്യൂഡ് ദ ഡാഷ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ബ്രിങ് അബൌട്ട് ഹിന്ദു മുസ്ലിം യൂണിറ്റി അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. അതായത് 49ാമത്തെ ചോദ്യം വരുന്നത് ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് ഏറ്റവും വലിയ സമയം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഗാന്ധിയും അതോടൊപ്പം തന്നെ ലോകമാന്യ തിലകൊക്കെ കണ്ടിട്ടുള്ളത് ഏത് ആശയത്തെയാണെന്നുള്ളതാണ്. അത് ഖിലാഫത്ത് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ആശയമാണ്. 50ാമത്തെ ചോദ്യം വരുന്നത് ഡാഷ് വിസിറ്റഡ് മലബാർ ഇൻ 1921 ഗിവിംഗ് ഫർദർ ഇംപ്യൂട്ട്സ് ടു ദി ഖിലാഫത്ത് മൂവ്മെൻറ്റ്. 1921 ആരാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റിന് പ്രാധാന്യം നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മലബാർ സന്ദർശിച്ചത്? അതിൻ്റെ ആൻസർ വരുന്നത് ഗാന്ധിയാണ്. ഗാന്ധിജി ഈ മലബാർ സന്ദർശിക്കുകയും ഖിലാഫത്ത് മൂവ്മെൻറ്റിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. 51ാമത്തെ ചോദ്യം. ദ സ്പീഡ് വിത്ത് ഖിലാഫത്ത് അജിറ്റേഷൻ സ്പ്രെഡ് എസ്പെഷ്യലി ഇൻ ദി ഡാഷ് ആൻഡ് വെള്ളുവനാട് താലൂക്ക്. 2 താലൂക്കുകളെ കുറിച്ചാണ്. ആ 2 താലൂക്കുകളിൽ ഏതൊക്കെ താലൂക്കിലാണ് ഇത്തരത്തിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്? ഒന്ന് വള്ളുവനാടെന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് അവിടെ ഏറനാടാണ്. ആൻസർ വരുന്നത് ഏറനാട്. 52ാമത്തെ ചോദ്യം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡാഷ് ഈസ് ദി ലാർജസ്റ്റ് റിട്ടേൺ ലിബറൽ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി വേൾഡ്. അവിടെ ഇന്ത്യ എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ലോകത്തെ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. 52ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഇന്ത്യയാണ്. 53ാമത്തെ ചോദ്യം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡാഷ് പ്രൊവൈഡ്സ് ആസ് എ മിക്സ്ചർ ഓഫ് ഫെഡറലിസം ആൻഡ് യൂണിറ്റേറിയനിസം ആൻഡ് ഫ്ലെക്സിബിലിറ്റി വിത്ത് റിജിഡിറ്റി. അതിൻ്റെ ആൻസർ വരുന്നതും അതായത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് ഫെഡറലിസം, മിക്സ്ചർ ഓഫ് ഫെഡറലിസം ആൻഡ് യൂണിറ്റേറിയനിസം.
അതോടൊപ്പം തന്നെ ഫ്ലെക്സിബിലിറ്റി, റിജിഡിറ്റി ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയാണെന്നുള്ളതാണ് 53. അതിൻ്റെ ആൻസർ വരുന്നത് ഇന്ത്യ തന്നെയാണ്. 54-ാമത്തെ ചോദ്യം, സിൻസ് ദി ഇനാഗുറേഷൻ ഓൺ 26 January ഡാഷ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഗൈഡിങ് ദ പാത്ത് ആൻഡ് ദി പ്രോഗ്രസ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ റിപ്പബ്ലിക് ദിനമായിട്ട് ഏത് വർഷമാണ് ആചരിക്കുന്നതാണ്. ഇവിടെ ഓൾറെഡി 26 January എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻസർ വരുന്നത് ഡി ആണ്. 1950 ആണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ നിന്ന് റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 55-ാമത്തെ ചോദ്യം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റ് ഓഫ് ഡാഷ് ആർട്ടിക്കിൾസ് ഡിവൈഡഡ് ഇൻ ടു 25 പാർട്സ് വിത്ത് 12 ഷെഡ്യൂൾസ് ആൻഡ് 1 നോട്ട് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. 55-ാമത്തെ ചോദ്യം. അപ്പം 55-ാമത്തെ ചോദ്യത്തിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 ആർട്ടിക്കിൾസ് ആണ് ഉണ്ടായിരുന്നത്. ഡി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 56-ാമത്തെ ചോദ്യം, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇൻഡീഡ് മച്ച് ബിഗർ ദാൻ ദി US കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഹാസ് ഓൺലി 7 ആർട്ടിക്കിൾസ് ആൻഡ് ദി ഡാഷ് കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് ഇറ്റ്സ് 89 ആർട്ടിക്കിൾസ്. അതായത് 89 ആർട്ടിക്കിൾസ് ഉള്ള ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയും ഇന്ത്യൻ ഭരണഘടനയും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. അവ 89 ആർട്ടിക്കിൾസ് മാത്രമുള്ള രാജ്യം ഏതാണെന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഫ്രഞ്ച് ആണ്. ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ 89 ആർട്ടിക്കിളുള്ളൂ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 395 ആർട്ടിക്കിൾ അതിൻ്റെ ഫോർമേഷൻ പീരീഡിൽ തന്നെ ഉണ്ടായിരുന്നു. 57-ാമത്തെ ചോദ്യം, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബിക്കം ഫുള്ളി ഓപ്പറേഷൻ വിത്ത് എഫക്ട് ഫ്രം ദി 26 January 1950 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഏത് വർഷം മുതലാണ് ഇന്ത്യൻ്റെ ഭരണഘടന നിലവിൽ വന്നത് എന്നുള്ളതാണ്. 1950 January 26 മുതലാണ് നിലവിൽ വന്നിട്ടുള്ളത്. 58-ാമത്തെ ചോദ്യം, ഓൾദോ ദ right from the beginning the Indian constitution fully reflected the spirit of democratic socialism, it was only in dash the preamble was amended to include the term secularism. അതായത് ഈ ഒരു സെക്യുലറിസം എന്നുള്ള ആശയം ഭരണഘടനയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിന് മുമ്പ് ഇല്ലാതിരുന്നൊരാശയമായിരുന്നു. ഏത് വർഷമാണ് സെക്യുലറിസം എന്നുള്ളതും അതോടൊപ്പം തന്നെ സോഷ്യലിസം എന്നുള്ള വാക്കുകളൊക്കെ ഇന്ത്യൻ ഭരണഘടന ആഡ് ചെയ്തത് എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് 1976. 1976 42nd അമെൻമെൻറ്റ് പ്രകാരമാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. 59-ാമത്തെ ചോദ്യം, ഇന്ത്യ ഹാസ് an elected head of the state, president of India, who wields power for a fixed time of dash years. ഇന്ത്യൻ്റെ പ്രസിഡൻറ്റിൻ്റെ കാലാവധി എത്ര വർഷമാണെന്നുള്ള ചോദിച്ചിട്ടുള്ളത് 5 വർഷമാണ്. അതിൻ്റെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 60-ാമത്തെ ചോദ്യം വരുന്നത്, ഓൾ മെൻ ആൻഡ് വുമൻ ഓഫ് ഡാഷ് ഇയർ ആർ അബവ് ഓഫ് ദി ഏജ് ഹൂസ് നെയിം ആർ രജിസ്റ്റേർഡ് ഇൻ ദി വോട്ടേഴ്സ് ലിസ്റ്റ് വോട്ട് ഇൻ എലക്ഷൻസ് ഫോർ എലക്ടിങ് ദി മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. നമ്മുടെ ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യാൻ എത്ര പ്രായപരിധി എത്ര എന്നുള്ളതാണ് ചോദ്യം. അത് 18 വയസ്സാണ്. ഡി. ക്വസ്റ്റ്യൻ വലുതാണ്, ചിലപ്പോൾ ആശയം വളരെ സിമ്പിളാണ്. ദെൻ 61-ാമത്തെ ചോദ്യം, എവറി വോട്ടർ ഓഫ് ഡാഷ് ഇയേഴ്സ് ഓർ എബവ് ഓഫ് ഏജ് ഈസ് എലിജിബിൾ ടു കണ്ടസ്റ്റ് ഇൻ എലക്ഷൻസ്. തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ളതാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, ലോക്സഭയിലോട്ട് മത്സരിക്കാൻ എത്ര പ്രായം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം വന്നുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് 25 ആണ്. ഡി ഓപ്ഷനാണ് 25 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും ലോക്സഭയിലോട്ട് മത്സരിക്കാം. 62-ാമത്തെ ചോദ്യം, ദ ടെന്യൂർ ഓഫ് ലോക്സഭ ഈസ് ഡാഷ് ഇയേഴ്സ്. ലോക്സഭൻ്റെ കാലാവധി എത്രയാണെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ വരുന്നതും 5 വർഷം തന്നെയാണ്. ദെൻ 63-ാമത്തെ ചോദ്യം, ദ കീ പേഴ്സൺ ബിഹൈൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ്. ഇന്ത്യൻ ഭരണഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള കീ പേഴ്സൺ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള കീ പേഴ്സൺ ആരാണെന്നുള്ളതായിരുന്നു 63-ാമത്തെ ചോദ്യം. അതിന് ആൻസർ കൊടുത്തിട്ടുള്ളത് സർദാർ വല്ലഭായ് പട്ടേൽ എന്നുള്ളതാണ്. ദെൻ 64-ാമത്തെ ചോദ്യം, ദ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് ഡാഷ് ഹാഡ് ബ്രോട്ട് എ ലാർജ് സ്കെയിൽ ഡിസ്കണ്ടൻമെൻറ്റ് എമംഗ് ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിൻ്റെ വർഷമാണ് ചോദിച്ചിട്ടുള്ളത്. മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എല്ലാവർക്കും അറിയാം, 1919 ആണ്. അതിൻ്റെ ആൻസർ ഡി ഓപ്ഷനാണ് വരുന്നത്. 65-ാമത്തെ ചോദ്യം, ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ലോഞ്ച്ഡ് ബൈ ഡാഷ് ഹാഡ് ഫാൻഡ് ദ ഫയർ ഓഫ് ദി ഡിസ്കണ്ടൻമെൻറ്റ്. 65-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് 1935. 65-ാമത്തെ ചോദ്യം, ദി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ലോഞ്ച്ഡ് ബൈ ഡാഷ് ഹാഡ് ഫാൻഡ് ദി ഫയർ ഓഫ് ദി ഡിസ്കണ്ടൻമെൻറ്റ്. അതായത് ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആരാണ് ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ലോഞ്ച്ഡ് ബൈ
മഹാത്മാഗാന്ധിയാണ്. എ ആണ് ആൻസർ വരുന്നത്. 66-ാമത്തെ ചോദ്യം, ഇൻ ഓർഡർ ടു ഗീവ് സം കൺസെഷൻ to Indians the field of administration, the Government of India Act dash was designed on the basis of recommendation of Simon Commission. സൈമൺ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പാസ്സാക്കപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഏതാണെന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, 1935. ദെൻ 67-ാമത്തെ ചോദ്യം, ഡയാർക്കി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി ആക്ട് ഓഫ് ഇന്ത്യയിൽ ഡയാർക്കി അഥവാ ദ്വിഭരണം എന്നുള്ള ആശയം ഏത് വർഷമാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. 1919 എന്നുള്ളതാണ്. ഡി ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 68-ാമത്തെ ചോദ്യം, ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പാസ്ഡ് ഇൻ ദി പാർലമെൻറ്റ് ഇൻ നവംബർ. ഇന്ത്യയിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ എന്നുള്ള ആക്ട് ഏത് വർഷമാണ് പാസ്സാക്കിയിട്ടുള്ളത് എന്നുള്ളത് ചോദ്യം വന്നിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് 1956 ആണ്. 69-ാമത്തെ ചോദ്യം, ഇൻ ഇന്ത്യ ദ എമർജൻസി റെഫേഴ്സ് ടു 21-month പീരിയഡ് ഇൻ 1975 to 1977 where പ്രൈം മിനിസ്റ്റർ അന്നത്തെ ഇന്ത്യയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ ഇന്ത്യൻ്റെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു എന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധി എന്നുള്ളതാണ് ഓപ്ഷൻ എ. 69-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത്. 70-ാമത്തെ ചോദ്യം, ഒഫീഷ്യലി ഇഷ്യൂഡ് ബൈ പ്രസിഡൻറ്റ് ഡാഷ് അഹമ്മദ് അണ്ടർ ആർട്ടിക്കിൾ 352 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ്. ഇന്ത്യയിൽ 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും 1977 മാർച്ച് 21 അതിൽ പിൻവലിക്കുകയും ചെയ്തിട്ടുള്ള ആൾ ആരാണെന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. 70-ാമത്തത് അതിൻ്റെ ആൻസർ വരുന്നത് എ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ്. ദെൻ 70-ാമത്തെ ചോദ്യം 71-ാമത്തെ ചോദ്യം വരുന്നത്, ഓൺ ജൂൺ 25 ഡാഷ് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി imposed emergency in India, citing grave threat to her government and sovereignty of the country from both internal and external forces. ഇന്ത്യയിൽ ഏത് വർഷമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇൻറ്റേർണൽ എമർജൻസി പറഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന വർഷം ഏതാണ്? ഓൺ ജൂൺ 25 എന്ന് കൊടുത്തിട്ടുണ്ട്. ജൂൺ 25 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വർഷം കൂടി മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ. 1975 അവർ ഈ ഒരു എമർജൻസി എന്നുള്ള സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. ആൻസർ ഡി, 1975 ആണ്. 72-ാമത്തെ ചോദ്യം, ഇന്ദിരാഗാന്ധി became the prime minister in January dash and then emerged victorious in the 1971 ലോക്സഭ ഇലക്ഷൻസ്. അതായത് ഇന്ദിരാഗാന്ധി ആദ്യമായിട്ട് ഈ ഒരു അധികാരത്തിലേക്ക് വന്ന വർഷമാണ്. 1966 ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുന്നത്. ദെൻ 73, ദ സോഷ്യലിസ്റ്റ് സ്റ്റോൾവാർട്ട് ഡാഷ് ഓപ്പൺലി ലെഡ് എ മാസ് മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് ഹെർ കോളിംഗ് ഹെർ കറപ്റ്റ് ആൻഡ് ഓട്ടോക്രാറ്റിക്. നമ്മളെ ഈ ഇന്ദിരാഗാന്ധിയെ അഴിമതിക്കാരിയായിട്ടും ഭരണാധികാരി അല്ലെങ്കിൽ ഏകാധിപതിയായിട്ടൊക്കെ ആരാണ് വിളിക്കുകയും സമരം ചെയ്യുകയും ചെയ്തതെന്നുള്ളതാണ് 73-ാമത്തെ ചോദ്യം. 73-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് എ ജയപ്രകാശ് നാരായണാണ്. അദ്ദേഹമാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ ടോട്ടൽ റവല്യൂഷൻ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 74-ാമത്തെ ചോദ്യം, the firebrand trade union leaders dash has successfully organized an all India railway strike, bringing the public transport and economy to the halt. അതായത് ഈ ഒരു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ ഈ വലിയ രീതിയിൽ സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണെന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ട്രേഡ് യൂണിയൻ ലീഡർ ആരായിരുന്നു? അന്നത്തെ ട്രേഡ് യൂണിയൻ്റെ ലീഡർ എന്ന് പറയുന്നത് ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു. 75-ാമത്തെ ചോദ്യം, 74-ാമത്തിൻ്റെ ഉത്തരം എ ആണ്, ജോർജ് ഫെർണാണ്ടസ്. 75-ാമത്തെ ചോദ്യം, ദി എമർജൻസി ഡ്രാഫ്റ്റ് വാസ് ഹറീഡ്ലി സെൻറ്റ് ടു ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഹു സൈൻഡ് ഇമ്മീഡിയറ്റ്ലി. ഇന്ത്യയിൽ ഈ ഒരു എമർജൻസി എന്നുള്ള ആ ഒരു സംവിധാനം സൈൻ ചെയ്തത് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. 75 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 76-ാമത്തെ ചോദ്യം, ദ സെക്കൻഡ് സൺ സഞ്ജയ് ഗാന്ധി who was just 29 years old then took charge of the administration and started sending opposition leaders and workers to jail across India. അപ്പോൾ ഈ സെക്കൻഡ് സണ്ണ് ആരുടെ സെക്കൻഡ് സണ്ണാണ് ഈ രീതിയിൽ 29-ാമത്തെ വയസ്സിൽ അധികാരത്തിൽ അഡ്മിനിസ്ട്രേഷനിലെ ഭാഗമാവുകയും പ്രതിപക്ഷത്തുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തെന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധിയുടെ സെക്കൻഡ് സണ്ണാണ് സഞ്ജയ് ഗാന്ധി. അപ്പോൾ ഇന്ദിരാഗാന്ധീസ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ്. 77-ാമത്തെ ചോദ്യം, രാംനാഥ് ഗോനേക്ക, the only newspaper owner who stood up to
ഡാഷ് വാസ് ഹരാസ്ഡ് ആൻഡ് ഹി ഫേസ്ഡ് സീരിയസ് ട്രബിൾസ് അറ്റ് ദി ഹാൻഡ്സ് ഓഫ് ഹർ ഗവൺമെൻറ്. അതായത് 77ാമത്തെ ചോദ്യം ഈ ആർക്കെതിരെ പ്രവർത്തിച്ചതിനാണ് ഈ രാംനാഥ് ഗൊനേക്ക എന്നുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ വലിയ രീതിയിൽ ഹരാസ്മെൻറ്റിന് വിധേയമായത് എന്നുള്ളതാണ്. അവിടെ ഇന്ദിരാഗാന്ധി എന്നുള്ളതാണ് ആൻസർ വരുന്നത്. 78ാമത്തെ ചോദ്യം ഹൗ എവർ ഡാഷ് ഷോക്ക്ഡ് എവരിബഡി ബൈ ഡിക്ലെയറിംഗ് ലോക്സഭ ഇലക്ഷൻ ഇൻ ജാനുവരി 1977 ബ്രിങ്ങിങ് an end to doctrine of emergency. അതായത് ഈ ഒരു എമർജൻസിക്ക് അന്ത്യം കുറിച്ചുകൊണ്ട്, ഈ എമർജൻസി എന്നുള്ള സംവിധാനത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ആരാണ് 1977 ജനുവരിയിൽ എലക്ഷൻ പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആൻസർ വരുന്നത് ഇന്ദിരാഗാന്ധി തന്നെയാണ്. 78ൻ്റെ ആൻസർ വരുന്നത്. 79ാമത്തത് ഇൻ ദി ഹിസ്റ്റോറിക് ലോക്സഭ ഇലക്ഷൻസ് ഹെൽഡ് ഇൻ മാർച്ച് 1977 ഡാഷ് ലെഡ് കോൺഗ്രസ് ലോസ്റ്റ് പവർ. ആരുടെ നേതൃത്വത്തിലാണെന്ന് കോൺഗ്രസിന് അധികാരം നഷ്ടമായത് അല്ലെങ്കിൽ പവർ നഷ്ടമായത് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ആൻസർ വരുന്നത് ഇന്ദിരാഗാന്ധി തന്നെയാണ്. ദെൻ 80ാമത്തെ ചോദ്യം വരുന്നത് ഡാഷ് സക്സീഡഡ് ഹെർ ആസ് ദി പ്രൈം മിനിസ്റ്റർ ആൻഡ് ലെഡ് ജനതാ പാർട്ടി ഗവൺമെൻറ് ടിൽ 1918. അതായത് ഈ ഇന്ദിരാഗാന്ധിക്കെതിരെ വിജയിക്കുകയും പിന്നീട് 1980 വരെ ജനതാ പാർട്ടിയെ നയിച്ചിട്ടുള്ളതും ആരാണെന്നുള്ളതാണ് 80ാമത്തെ ചോദ്യം. അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു പാർട്ടിയെ നയിച്ചിട്ടുണ്ടായിരുന്നത് മൊറാർജി ദേശായി ആയിരുന്നു. 81ാമത്തെ ചോദ്യം ഇൻ ദി ഡാഷ് ലോക്സഭ പോൾസ് ഇന്ദിരാഗാന്ധി റിട്ടേൺ ടു ദി പവർ ആൻഡ് റിമൈൻഡ് ഇൻ പവർ ടിൽ ഹെർ അസാസിനേഷൻ ഇൻ 1984. 1984 മരിക്കുന്നത് വരെ ഇന്ദിരാഗാന്ധി രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ടു. ഏത് വർഷമാണ് രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം. 81ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് 1980-ലാണ്. 80-ൽ തിരഞ്ഞെടുക്കപ്പെട്ടു. 84-ലാണ് ഇന്ദിരാഗാന്ധിയെ അസാസിനേഷൻ നടത്തുന്നത്, അതായത് കൊലപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു അസാസിനേഷൻ്റെ കാലഘട്ടം വരെ അവർ ഭരണം നടത്തി. എന്ന് മുതലാണ് രണ്ടാമത് അധികാരത്തിൽ വന്നതെന്നുള്ളതാണ് ചോദ്യം. അതിന് ആൻസർ 1980 ആയിരുന്നു. ദെൻ 82ാമത്തെ ചോദ്യം ഡാഷ് സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ആസ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഇൻ 1947 ആൻഡ് ഇമ്മീഡിയറ്റ്ലി ലോഞ്ച്ഡ് എ നമ്പർ ഓഫ് ഇക്കണോമിക് റിഫോംസ്. അപ്പോൾ നമുക്ക് 82ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് യാതൊരു സംശയം കൂടാതെ നമുക്ക് പറയാൻ പറ്റും നെഹ്റു ആണെന്നുള്ളത്. കാരണം ഹിസ് കരിയർ ആസ് ദി പ്രൈം മിനിസ്റ്റർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇന്ത്യ 1947 1947 മുതൽ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാവുകയും ഒരുപാട് എക്കണോമിക് റിഫോംസ് സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുകയും ചെയ്ത വ്യക്തി ആരാണെന്നുള്ളതാണ് 82ാമത്തെ ചോദ്യം. നെഹ്റു ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 83ാമത്തെ ചോദ്യം വൺ ഓഫ് നെഹ്റുസ് കീ ഇക്കണോമിക് റിഫോംസ് വാസ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് 5-year പ്ലാൻ ഇൻ നെഹ്റു 5-year പ്ലാൻ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതിയായ 5-year പ്ലാൻ ആരംഭിച്ച വർഷം ഏതാണെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. 1951 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 84ാമത്തെ ചോദ്യം വരുന്നത് നെഹ്റുസ് ഇക്കണോമിക് പോളിസീസ് ഹാവ് ഓഫൺ ബീൻ കൺസിഡേർഡ് ടു ബി ഡാഷ് ഇൻ നാച്ചർ. നെഹ്റുവിൻ്റെ സാമ്പത്തിക പരിഷ്കരണങ്ങൾ ഏത് രീതിയിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് 84ാമത്തെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരിഷ്കരണങ്ങളെ സോഷ്യലിസ്റ്റ് ആശയമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. 85ാമത്തെ ചോദ്യം ഡാഷ് വാസ് ദി മെയിൻ ആർക്കിടെക്ട് ഓഫ് ഫസ്റ്റ് ഗ്രീൻ റവല്യൂഷൻ ഓഫ് ഇന്ത്യ ലിസ്റ്റഡ് 5 കോമ്പണൻസ് ഓഫ് അഗ്രികൾച്ചറൽ റിന്യൂവൽ. അതായത് എന്തിൻ്റെ നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ മെയിൻ ആർക്കിടെക്റ്റ് ആരായിരുന്നു എന്നുള്ളതാണ് 85ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. 85ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അദ്ദേഹമാണ് ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത്. 86ാമത്തെ ചോദ്യം സിൻസ് ഡാഷ് ദ ഇന്ത്യൻ ഇക്കോണമി ഹാസ് പെർസ്യൂഡ് ഫ്രീ മാർക്കറ്റ് ലിബറലിസം ഗ്രേറ്റർ ഓപ്പൺനെസ് ഇൻ ട്രേഡ് ആൻഡ് ഇൻക്രീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇന്ത്യ ഈ ഒരു ലിബറലൈസേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഇയർ ആണ് ചോദിക്കുന്നത്. അതിന് ആൻസർ വരുന്നത് 1991 ആണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 87ാമത്തെ ചോദ്യം ദ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ പോളിസി ഇൻ ഇന്ത്യ ഫസ്റ്റ് കെയിം ഇൻ ടു ഇൻസെപ്ഷൻ ഓൺ April 1 ഡാഷ് ഇയർ ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഏത് വർഷം മുതലാണ് ഇന്ത്യ സ്പെഷ്യൽ ഇക്കണോമിക് സോണിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്നുള്ളതാണ് 87ാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് 2000 ആണ്. 2000 ഇന്ത്യ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ദെൻ 88ാമത്തെ ചോദ്യം ദ പ്രൈം ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡാഷ് വാസ് ടു എൻഹാൻസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രൊവൈഡ് ആൻ ഇൻ്റർനാഷണലി കോമ്പറ്റീറ്റീവ് ആൻഡ് ഹസൽ ഫ്രീ എൻവിറോൺമെൻറ്റ് ഫോർ എക്സ്പോർട്സ്. അതായത് 88ാമത്തെ ചോദ്യം
ഈ ഒരു പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് ഡാഷ് വാസ് എൻഹാൻസ്ഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഒരു ഇന്ത്യയുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രൊവൈഡ് ആൻഡ് ഇൻ്റർനാഷണലി കോമ്പറ്റേറ്റീവ് ആൻഡ് ഹാസിൽ ഫ്രീ എൻവിറോൺമെൻറ്റ് ഫോർ എക്സ്പോർട്ട്. നമ്മൾ എക്സ്പോർട്ടിന്, അതായത് കൂടുതൽ കയറ്റുമതി മറ്റൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഒരു ആശയം എന്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് 88ാമത്തെ ചോദ്യം വരുന്നത്. അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നുള്ളതാണ്. നമ്മൾ ഇതിന് മുൻപത്തെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ 59ാമത്തെ ചോദ്യം ഡാഷ് ഇസ് എ സ്പെസിഫിക്കലി delineated duty-free enclave and shall be deemed to be foreign territory for the purposes of trade operations and duties and tariff. അപ്പോൾ അവിടെ ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യ ഈ താരിഫിൻ്റെയും മറ്റുമൊക്കെ സംവിധാനങ്ങളിൽ ഒരുപാട് മാറ്റം വരുത്തിയത്, ട്രേഡിനെ ഒരുപാട് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചത് താഴെ കൊടുത്തതിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ്. അതും വരുന്നത് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. തന്നെയാണ് ആൻസർ വരുന്നത്. 90ാമത്തെ ചോദ്യം വരുന്നത്. 90ാമത്തെ ചോദ്യം ഡാഷ് ഇൻ വിത്ത് ദി എമർജൻസ് ഓഫ് ന്യൂ പൊളിറ്റിക്കലി ഇൻഡിപെൻഡൻറ്റ് നാഷൻ ഇന്ത്യ കണ്ടിന്യൂഡ് ടു മാർച്ച് അഹെഡ് പെർസ്യൂയിങ് എ പ്രോഗ്രാം ഓഫ് യൂസിങ് മോഡേൺ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യ മോഡേൺ സയൻസ് ആൻഡ് ടെക്നോളജി ഉപയോഗിച്ചു. അപ്പോൾ ഈ ഒരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം എന്നുള്ള രീതിയിലാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. 1940. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 91ാമത്തെ ചോദ്യം ദർ ഇസ് നോ ഡൗട്ട് ദാറ്റ് ജവഹർലാൽ നെഹ്റുസ് ഇന്ത്യസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ വാസ് ഫുള്ളി അനലൈസ്ഡ് ദി ഇൻഡിസ്പെൻസിബിലിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഇൻഡിപെൻഡൻസ്. ഈ സോഷ്യൽ ഇൻഡിപെൻഡൻസിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, ദർ ഇസ് നോ ഡൗട്ട് ദാറ്റ് Jawaharlal Nehru's India's Prime Minister was fully analyzed the ഇതിൽ ചോദ്യം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, തന്നെ ആൻസർ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ്റെ പ്രൈം മിനിസ്റ്റർ ആരാണെന്നുള്ളത് മാത്രമാണ് ആദ്യത്തെ ചോദ്യം. അവിടെ ജവഹർലാൽ നെഹ്റു എന്നുള്ളത് ഓപ്ഷനിലും ഉണ്ട്, അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യനിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ 92ാമത്തെ ചോദ്യം സൂൺ ആഫ്റ്റർ ബിക്കമിങ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡാഷ് ക്രിയേറ്റഡ് എ മിനിസ്ട്രി ഓഫ് സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ആക്ടിവിറ്റി സപ്പോർട്ടഡ് ദി അറ്റോമിക് എനർജി പ്രോഗ്രാം പീസ്ഫുൾ പർപ്പസസ്. ഇന്ത്യയിൽ അധികാരം കിട്ടിയ ശേഷം, അതായത് പ്രൈം മിനിസ്റ്ററായ ശേഷം ആരാണ് ഇന്ത്യയിൽ സോഷ്യൽ സയൻറ്റിഫിക് റിസർച്ചിനും അതോടൊപ്പം തന്നെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾക്കും അതോടൊപ്പം ആറ്റോമിക് എനർജി റിസോഴ്സസിനൊക്കെ ആരാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് 92ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. ഈ 92ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നതും നെഹ്റു തന്നെയാണ്. ദെൻ 93ാമത്തെ ചോദ്യം ഡാഷ് in dash the Atomic Energy Act was passed in the Department of Atomic Energy was directly under his charge was created. 93ാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഈ ആറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ആക്റ്റും അതോടൊപ്പം തന്നെ ഡയറക്റ്റ്ലി അണ്ടർ ദി ചാർജ്, ഈ ഒരു ചാർജുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ ക്രിയേറ്റ് ചെയ്തതും വർഷം ഏതാണെന്നുള്ളതാണ്. 1948 ഇതിൻ്റെ ആൻസർ വരുന്നത്. 94ാമത്തെ ചോദ്യം അണ്ടർ ദി far-sighted leadership of dash the nation, the government and the public leaders become committed to the promotion of science and technology. 94ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നതും നെഹ്റു തന്നെയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കും മറ്റൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും എല്ലാവരും അതിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത നേതാവ് ആരാണെന്നുള്ളതാണ്. 94ാമത്തെ നെഹ്റു തന്നെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. 95ാമത്തെ ഡാഷ് അപ്പോയിൻറ്റഡ് എ സയൻറ്റിഫിക് മാൻ പവർ കമ്മിറ്റി ആൻഡ് five institute of technology came up to Kharagpur, Bombay, Madras, Kanpur and Delhi besides number of regional engineering college by his efforts. നമ്മുടെ ഈ ഇന്ത്യയിൽ 5 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ചിട്ടുള്ള വ്യക്തി ആരാണ്? 95ാമത്തെ ചോദ്യം. 95ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നതും ജവഹർലാൽ നെഹ്റു എന്ന് തന്നെയാണ്. 96ാമത്തെ ചോദ്യം വരുന്നത് 96ാമത്തെ ചോദ്യം ഇൻ ഡാഷ് നെഹ്റു ഡയറക്റ്റഡ് ദ CSIR ടു പ്രിപ്പയർ നാഷണൽ രജിസ്റ്റർ ഓഫ് സയൻറ്റിഫിക് ടെക്നിക്കൽ പേഴ്സണൽ. അതായത് ഈ CSIR എന്നുള്ള സംവിധാനത്തെ ആരംഭിച്ചിട്ടുള്ളത്, അതിൻ്റെ ഇയർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1948 ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 97ാമത്തെ ചോദ്യം ദ ഡിഫൻസ് ഓർഗനൈസേഷൻ വാസ് സെറ്റപ്പ് ഇൻ 1948 ഓൺ ദി അഡ്വൈസ് ഓഫ് ഡാഷ് ഫോർ ദി സയൻറ്റിഫിക് എവല്യൂഷൻ ഓഫ് വെപ്പൺസ് ആൻഡ് എക്യുപ്മെൻറ്റ് ഓപ്പറേഷണൽ റിസർച്ച് ആൻഡ് സ്പെഷ്യൽ സ്റ്റഡീസ്.
ആരുടെ നിർദ്ദേശപ്രകാരമാണ് 1948 സയൻറ്റിഫിക് എവല്യൂഷൻ വെപ്പൺസ് എക്യുപ്മെൻറ്റ് ഓപ്പറേഷണൽ റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനം ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. പ്രൊഫസർ PMS ബ്ലാക്കറ്റ് എന്നാണ്. പ്രൊഫസർ BMS എ ഓപ്ഷനാണ് വരുന്നത്. 98ാമത്തെ ചോദ്യം, ദ എന്തൂസിയാസ്റ്റിക് എഫേർട്സ് ഓഫ് മിസ്റ്റർ ഡാഷ് led to the expansion of the Council of Scientific Industrial Research into a chain of national laboratories spanning a wide spectrum of science, technology, engineering and ബയോമെഡിക്കൽ സയൻസസ്. ഇന്ത്യയിൽ ഈ ബയോമെഡിക്കൽ സയൻസസ് സംവിധാനങ്ങൾക്ക് അതോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ എക്സ്പാൻഷന് സഹായിച്ചിട്ടുള്ള, അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തി ആരാണെന്നുള്ളതാണ് 98ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. 98ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ശാന്തി സ്വരൂപ് ഭട്നഗർ എന്നുള്ളതാണ്. ഓക്കെ. 99ാമത്തെ ചോദ്യം, ദ വിഷൻ ഓഫ് ഹോമി ഡാഷ് ആൾസോ ലെഡ് ടു അഡ്വാൻസ്ഡ് റിസർച്ച് ഇൻ ന്യൂക്ലിയർ എനർജി. ഇന്ത്യയുടെ ന്യൂക്ലിയർ എനർജിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ദ വിഷൻ ഓഫ് ഹോമി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ വേറെ പിന്നെ ഒന്നും ആലോചിക്കേണ്ടതില്ല, ഹോമി ജെ ബാബ തന്നെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 100ാമത്തെ ചോദ്യം കൊടുത്തിട്ടുള്ളത്, ദി ഇക്കണോമിക് ലിബറലൈസേഷൻ ഇൻ ഇന്ത്യ ഡിനോട്ട്സ് ദി കണ്ടിന്യൂയിങ് ഫിനാൻഷ്യൽ റിഫോംസ് വിച്ച് ബിഗാൻ സിൻസ് ജൂലൈ 24. ഇന്ത്യയിലെ ഇക്കണോമിക് ലിബറലൈസേഷൻ ആരംഭിച്ചിട്ടുള്ളത്, അതിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, വർഷം കണ്ടെത്താനാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് 1991. ഓൾറെഡി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദെൻ 101ാമത്തെ ചോദ്യം, ഇൻ ഡാഷ് ദി കൺട്രി എക്സ്പീരിയൻസ്ഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഡയലമ ഫോളോവിങ് ദി ഗൾഫ് വാർ ആൻഡ് ദി ഡൗൺഫാൾ ഓഫ് ദി എർവൈൽ സോവിയറ്റ് യൂണിയൻ. അതായത് ഈ ഒരു ചോദ്യം 101ാമത്തെ ചോദ്യം, ഈ ഗൾഫ് വാറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏത് വർഷമാണ് ഗൾഫ് വാർ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നതും 1991 തന്നെയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇത്രയും 100 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് MCQ ക്വസ്റ്റ്യനായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഓക്കെ, താങ്ക് യു.